പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ അവസാനത്തേതായി മാറിയ അഫ്രീൻ്റെ മരണകഥയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കുടുംബത്തിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഈ ഒരു മരണം ആ പിതാവിനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഈ കഥ കേട്ടാൽ മനസ്സിലാകും. ഈ മരണത്തിന് ചെറിയൊരു കാരണമായി വരുന്നത് സ്വന്തം ഉപ്പയും കൂടി ആകുമ്പോൾ ആ ഉപ്പക്ക് എത്രമാത്രം വിഷമമുണ്ടാകുമെന്ന് ഈ കഥകളിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ജീവിതത്തിൽ ആദ്യമായി ഒരു ജോലി കിട്ടിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമായിരുന്നു അഫ്രീൻ ഷാ എന്ന ഈ 19 വയസ്സുകാരി. ജോലി കിട്ടിയ അതിയായ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അഫ്രീൻ ഷാ എന്ന ഈ 19 വയസ്സുകാരി. ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു ജോലി ലഭിച്ചത്. വർക്കിംഗ് പ്രൊഫഷണലായ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു ഈ കുട്ടി. ജോലി സ്ഥലത്ത് നിന്ന് കുർള റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് നടക്കാൻ അല്പം ദൂരമുണ്ട്. ഓട്ടോറിക്ഷയിൽ പോകണമെന്ന് കരുതിയപ്പോൾ ഒരു ഓട്ടോയും കിട്ടാനുമില്ല. ഓട്ടോയൊന്നും കിട്ടാതെ വന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഓട്ടോയൊന്നും കിട്ടാതെ വന്നപ്പോൾ പിതാവിനെ ഫോൺ ചെയ്യുകയായിരുന്നു. പിതാവിനെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കുടുംബത്തിൽ ആരെങ്കിലും ഡ്രൈവറായി ഉള്ളവരുണ്ടോ എന്ന് ഒരുപാട് അന്വേഷിച്ചു. ആരെയും കിട്ടിയില്ല. മകളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. ഒരു ഡ്രൈവറെയും അന്ന് കിട്ടിയില്ല. കുടുംബത്തിലുള്ള ഒരാളെയും ഡ്രൈവറായി കിട്ടിയില്ല. അവരൊക്കെ എന്തൊക്കെയോ തിരക്കിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മകളോട് നടന്നു വരാൻ പറയുകയായിരുന്നു. എന്നാൽ ആ നടത്തം അവളുടെ ജീവിതത്തിലെ അവസാന നടത്തമായി മാറുകയാണ്. എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു ആ മകൾ. അഫ്രീനെ കുർള ബസ് ഡിപ്പോക്കടുത്ത് SG ബാർവേ മാർഗത്തിലുണ്ടായ ബസ് അപകടത്തിൽ മരണം കവർന്നെടുക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതറിഞ്ഞ കുടുംബം ആകെ തകർന്നു പോയിരുന്നു. നിയന്ത്രണം വിട്ട ബസ് അവളെ മരണത്തിലേക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മകള് നടന്നു നീങ്ങിയത് മരണത്തിലേക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഓട്ടോയും കിട്ടില്ല, വീട്ടിലാണെങ്കിൽ ഡ്രൈവറുമില്ല. ആ മകള് നടന്നിറങ്ങിയത് മരണത്തിലേക്കായിരുന്നു. പടച്ചറബിൻ്റെ മരണക്കെണിയിലേക്കായിരുന്നു. പടച്ചറബ് ഇത്രയേ ആയുസ് വിധിച്ചിട്ടുള്ളൂ ആ മകൾക്ക്. പ്രിയപ്പെട്ടവരെ, ഓരോ മരണത്തിനും പടച്ചറബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും. ആ മകൾക്ക് ഇത്രയേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് നമുക്കൊക്കെ സമാധാനിക്കാം. 7 പേരോളം മരിച്ച സംഭവത്തിൽ 50ഓളം പേർക്കാണ് അവിടെ പരിക്കേറ്റത്. ചികിത്സയിലായിരിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ പടച്ചറബ് കൊടുക്കട്ടെ. ആമീൻ. ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ വളരെയധികം സന്തോഷത്തിലായിരുന്നത്രേ ആ മകള് വീട്ടിൽ നിന്നും പോയത്. അമ്മാവൻ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞ വിഷയമാണിത്. ഇതുവരെ ഇല്ലാത്ത സന്തോഷമാണത്രേ ആ കുട്ടിക്ക്, ആവേശമാണത്രേ ആ കുട്ടിക്ക്. ആവേശത്തോടും സന്തോഷത്തോടും പോയത് പടച്ചറബിൻ്റെ റഹ്മത്തിലേക്കായിരുന്നു. പടച്ചറബിൻ്റെ വിളിക്കായിരുന്നു ആ മകൾ ഉത്തരം നൽകിയത്. ഒരിക്കലും താങ്ങാനാവാത്ത വിഷമമാണ് മകളുടെ വിയോഗത്തിലുണ്ടായത് എന്ന് കുടുംബങ്ങൾ പറയുന്നു. പിതാവിനെയും മറ്റു കുടുംബങ്ങളെയും സമാധാനിപ്പിക്കാവുന്നതിലും അപ്പുറമാണത്രേ അവരുടെ സങ്കടം. അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് വാക്കുകൾ കിട്ടുന്നില്ലത്രേ. ആദ്യ ദിവസത്തെ ജോലി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ കിട്ടാത്തത് കൊണ്ടാണ് അവൾ നടന്നു വന്നത്. ആരെങ്കിലും കൂട്ടാൻ വരാനുണ്ടോ എന്ന് അവൾ പിതാവിനെ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. ആരും അപ്പോൾ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് നടന്നു വരാൻ പറഞ്ഞത്. മകളെ ഉപ്പ കൽപ്പിച്ചത് മരണത്തിലേക്കായിരുന്നു എന്ന് ഉപ്പയുടെ മനം നൊന്തിട്ടുണ്ടാകും. പടച്ചറബ്ബേ, ഇതാണ് പടച്ചറബിൻ്റെ മരണക്കിണി. നമുക്ക് പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങളാണ് ഇതൊക്കെ. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ആരോ അവളുടെ ഫോൺ കണ്ടെടുത്തു. വിവരം പറയാൻ വേണ്ടി അവസാനം ഡയൽ ചെയ്ത നമ്പർ തിരഞ്ഞെടുത്തു. അവസാനം ഡയൽ ചെയ്ത നമ്പർ ഉപ്പയുടേതായിരുന്നു. ഉടനെ തന്നെ എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചേർന്നുവെങ്കിലും അവൾ എല്ലാവരെയും വിട്ടു പോയിരുന്നു. എത്രമാത്രം സങ്കടമായിരിക്കും പടച്ചറബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. ഒരു വലിയ കൂട്ടുകുടുംബമായിട്ടാണ് ഇവരുടെ ജീവിതം. എന്നാൽ അഫ്രീൻ വിളിച്ച സമയത്ത് അവിടെ കുടുംബത്തിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നു വരാൻ പറഞ്ഞതായിരുന്നു. ആ ഒരു നടപ്പ് മരണത്തിലേക്കായിരുന്നു. പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്കായിരുന്നു ആ മകൾ പോയത്.
ആ മകളുടെ അവസാന യാത്രയായിരുന്നു എന്ന് ആ പിതാവിന് അറിയില്ലായിരുന്നു. ജോലി കിട്ടിയതിൽ വളരെയധികം സന്തോഷവതിയായിരുന്നു ആ മകൾ. അത്രയേറെ സന്തോഷത്തിലായിരുന്നു വീട്ടിലേക്ക് വരാനിറങ്ങിയത്. എന്ത് ചെയ്യാൻ, പടച്ചറബിൻ്റെ വിളിക്ക് നമുക്കൊക്കെ ഉത്തരം നൽകിയേ പറ്റൂ. നമ്മൾ സ്നേഹിച്ചവരെയും നമ്മളെ സ്നേഹിച്ചവരെയും വിട്ട് നമ്മൾ ഒരു ദിവസം പോയേ മതിയാകും. പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പടച്ചറബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ആ മകൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളേവരെയും കാക്കണമേ റബ്ബേ. ആക്സിഡന്റ് പോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളേവരെയും കാക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മളെയൊന്നും കീറി മുറിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത്. പടച്ച റബ്ബ് നമ്മളെയൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിയും യാസീനും ഓതുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.